കുളത്തുപുഴയിൽ ഒരു വീടിന് തീ വെച്ചു. അപ്പോൾ തീ വയ്ക്കപ്പെട്ട വീട് മാർക്സിസ്റ്റുകാരനെയാണ്, വെച്ചിരിക്കുന്നത് കോൺഗ്രസ്സുകാരാണെന്നുള്ളത്. ഫോറൻസിക്കാർ നോക്കിയ സമയത്ത് ഇത് അകത്തുനിന്ന് തീ വെച്ചിരിക്കുന്നതാണ്, പുറത്തുനിന്ന് അല്ല തീ വന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ശരിക്കും ഒരു നിരീശ്വരവാദിയൊക്കെ ആയിരുന്ന ഞാൻ അങ്ങനെയാണ്, ആ കാലഘട്ടത്തിലാണ് എൻ്റെ ആധ്യാത്മികതയിലേക്ക് തിരിഞ്ഞു വരുന്നത്. അതുവരെ ഞാനിരുന്ന സ്ഥലങ്ങളിലൊന്നും ഞാൻ അമ്പലങ്ങളിൽ പോകാറില്ല. ഇപ്പോൾ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിൽ ഞാനന്ന് കയറിയിട്ടില്ല. കാസർഗോഡ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, അത്യപൂർവമായിട്ട് പർദ്ദയിട്ട സ്ത്രീകളെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് പർദ്ദയിടാത്ത സ്ത്രീകളെ അവിടെ കാണാൻ പറ്റില്ല. മാർക്കറ്റ് റോഡിൽ കൂടെ ഒരു വൺവേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തെറ്റിച്ച് വന്ന ഒരു ജീപ്പിനെ തടഞ്ഞു നിർത്തി. ആ ജീപ്പിൻ്റെ അതിൽ ആളെ ഇറങ്ങി ആ എസ് ഐയുടെ കോളറിന് പിടിച്ചു. എസ് ഐ നല്ല അടി കൊടുത്തു. ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴറിയുന്ന അയാൾ DYFIയുടെ ഒരു ജില്ലാ സെക്രട്ടറിയോ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ എന്നെ വിളിച്ച് ഇങ്ങനെ സംഭവം ഉണ്ട് അതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണെങ്കിൽ 2 അടി കൂടുതൽ കൊടുത്തു തന്നെ. യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഒരു ഓഫീസർ വളരെ നിയമപൂർവ്വം അയാളോട് ഇന്നതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ കോളറി കെടി പിടിച്ച് അയാളെ അടിക്കാൻ പോയാൽ തീർച്ചയായിട്ടും തിരിച്ച് അടിച്ചിരിക്കും. ഞാനാണെങ്കിൽ 2 അടി കൂടുതൽ കൊടുത്തു തന്നെ. തോക്കം കൊണ്ട് നിൽക്കുന്ന സമയത്ത് അല്പം മദ്യപിച്ചിട്ടുള്ള ഒരാൾ വന്ന് പോലീസുകാരനായിട്ട് വഴക്കുകൂടി തോക്ക് പിടിച്ച് വലിച്ചപ്പോൾ ഇയാളുടെ കൈ വിരൽ ട്രിഗറിൻ്റെ അവിടെ ഇരിക്കുകയായിരുന്നു. ആ ഉണ്ട പൊട്ടി ഇയാളുടെ തല കാണാതായി. ആർക്കു മുന്നിലും തലകുനിക്കാതെ 34 വർഷത്തെ പോലീസ് സർവീസ്. സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും ഒപ്പം നിന്ന സർവീസ് ജീവിതം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നിയമപോരാട്ടങ്ങളിലൊന്നായി സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തെ മറികടന്ന് അല്ലെങ്കിൽ സുപ്രീം കോടതിയിലൂടെ നിയമപോരാട്ടത്തിൽ വിജയിച്ച് DGP പദത്തിലെത്തിയ മുൻ DGP ശ്രീ TP സെൻകുമാറാണ് ഇന്ന് ബ്രേവ് ഇന്ത്യയ്ക്കൊപ്പം ഉള്ളത്. 34 വർഷത്തെ സർവീസ്, 2 വർഷം ഇന്ത്യൻ എക്കണോമിക് സർവീസിൽ. അപ്പോൾ ഈ സിവിൽ സർവീസിലേക്കുള്ളത് ആദ്യമേ തന്നെ സാറ് കുട്ടിക്കാലത്തെ ചിന്തിച്ചിരുന്നോ, അതോ എങ്ങനെയായിരുന്നു അങ്ങോട്ടുള്ളൊരു പഠനവും അങ്ങോട്ടുള്ളൊരു തുടക്കവും? എനിക്ക് വാസ്തവത്തിൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നത് ഒരു സയൻറ്റിസ്റ്റ് ആകുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എൻജിനീയറിങ്ങിൽ ചേരാനായിട്ട് ഇതൊക്കെ വാങ്ങിച്ചതാണ്. അപ്പോൾ പിന്നെ ഉണ്ടായ ചില സാഹചര്യങ്ങളുകൊണ്ട് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ തന്നെ എക്കണോമിക്സ് BAക്ക് ചേർന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ ജോൺ മത്തായി സെൻറ്ററിൽ തൃശ്ശൂർ, അപ്പോൾ അവിടെ MAക്ക് ചേർന്നു. MA കഴിഞ്ഞ വർഷം ഞാൻ ഇന്ത്യൻ എക്കണോമിക് സർവീസ് എക്സാം എഴുതിയപ്പോൾ ഞങ്ങൾ 2 പേര് അവിടെ നിന്ന്, പോൾ ആൻ്റണി എന്ന് പറയുന്ന എൻ്റെ ഇമ്മീഡിയറ്റ് ജൂനിയറും എനിക്കും നല്ല റാങ്കോടുകൂടി തന്നെ ആൾ ഇന്ത്യ സെലക്ഷൻ വന്നു. പിന്നെ ഡൽഹി പോയി. അപ്പോൾ ഡൽഹി പോയ ആ സമയം, അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ സിവിൽ സർവീസ് പ്രിലിമിനറി എല്ലാം പാസ്സായിരുന്നു. പിന്നെ ഡൽഹി പോയിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി എഴുതി. സോ ഇറ്റ് കെയിം ടു IPS. അങ്ങനെയാണ് അത്. ഇപ്പോൾ ഡൽഹിയിൽ എനിക്ക് കുറച്ച് സമയം നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഡൽഹി ഒരു ഇഷ്ടമില്ലാത്ത സ്ഥലമായിട്ട് തോന്നിയിരുന്നു. അപ്പോൾ ഹോം തിയേറ്ററും കൂടി കിട്ടുകയാണെങ്കിൽ അത്ര നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ IPSലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടു ബിക്കം എ സയൻറ്റിസ്റ്റ് ആയിരുന്നു. പക്ഷെ അങ്ങനെ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയും, ഇപ്പോൾ ഈ സിവിൽ സർവീസിലൊക്കെ ജോയിൻ ചെയ്യാൻ വരുന്നവരോട് പറയും, ABCD ചോയ്സ് വേണം. A കിട്ടിയില്ലെങ്കിൽ Bയിലേക്ക് പോകാൻ പറ്റണം, B കിട്ടിയില്ലെങ്കിൽ Cയിലേക്ക് പോകാൻ പറ്റണം എന്ന്. അപ്പോൾ അത് ഇറ്റ് ഹാപ്പൻ ലൈക്ക് ദാറ്റ്. അന്നത്തെ ഒരു പരിശീലന സമയത്തൊക്കെ, ട്രെയിനിങ് പീരീഡിലൊക്കെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന, കായികമായിട്ടും ഒക്കെ പെർഫോം ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കൂടെ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ അനുഭവങ്ങൾ? അല്ല, അതെന്ന് വെച്ചാൽ ഞാനും മൊഹിന്ദർലാൽ എന്ന് പറയുന്ന അപ്പോൾ ഞാൻ അവിടുത്തെ അത്ലറ്റിക്സ് സ്പോർട്സ് ചാമ്പ്യനായിരുന്നു. മൊഹിന്ദർലാൽ നന്നായിട്ട് ഓടുന്ന, ഫിസിക്കൽ ഇതിന് നല്ലൊരു ഇതായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇംഫാലിൽ എത്തുമ്പോൾ അന്ന് ഇതേപോലെയുള്ള സൗകര്യങ്ങളില്ല. എനിക്ക് തോന്നുന്നു കുറേയധികം യാത്ര ചെയ്ത്, അന്ന് കണ്ടമന അറ്റാക്ക് ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് എസ്കോർട്ടും പൈലറ്റും ഒക്കെ ആയിട്ട് പോകുന്നത്. കോൺവോയ് ആണ്. അവിടെ എത്തിയപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 12 മണിയായി. അപ്പോൾ അവിടെ ഫുഡൊന്നുമില്ല.
ഇപ്പോൾ രാത്രി ഞങ്ങൾ ടെൻറ്റിലാണ്. ഇംഫാൽ നമ്മുടെ എയർപോർട്ടിൻ്റെ സൈഡിൽ ടെൻ്റ് അടിച്ചിട്ടാണ് അവിടെ കിടക്കുന്നത്. അങ്ങനെ ടെൻറ്റിൽ രാത്രി കിടന്നു. അപ്പോൾ നേരം വെളുത്തപ്പോഴേക്കും ഇവർ വിളിച്ച് അവരുടെ ഇതുണ്ട്. അപ്പോൾ നമ്മളും നമ്മുടെ യൂണിഫോം ഇട്ട് വന്നു. അപ്പോൾ ഈ രാത്രി ഈ അവിടുത്തെ മേജർ മറ്റേ വേറെ ആരോടോ പറയുന്നത് നമുക്ക് ഓവർഹിയർ ചെയ്യാൻ പറ്റി. അതായത് ഇവരെല്ലാം IPS പിള്ളേരാണ്, അപ്പോൾ നമ്മുടെ ട്രെയിനിങ് എങ്ങനെയുണ്ടെന്ന് ഇവരെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ അത് പഠിപ്പിച്ചു കൊടുക്കാൻ അത് കേട്ടോണ്ട് അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മൂന്നാമത്തെ ആൾ അത്ര ഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഋതുരാജ് എന്ന് പറയുന്ന ആൾ പിന്നീട് IPS രാജിവെച്ച് അയാൾ സ്വന്തമായിട്ട് ബീഹാറിലൊരു സ്കൂളും അങ്ങനെയൊക്കെ തുടങ്ങി അങ്ങനെ പോയ ആളാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്തെന്ന് വെച്ചാൽ കാലത്ത് ഈ അപ്പോൾ ടാർമാക്കിലാണ് ഓടുന്നത്. നമ്മുടെ പ്ലെയിൻ പോകുന്ന ആ ടാർമാക്കിൻ്റെ ഒരു അറ്റത്തു നിന്ന് മറ്ററ്റത്തേക്കാണ് തുടങ്ങുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓടിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അന്യോന്യം പറഞ്ഞു, അവരെടുത്തിരിക്കുന്ന എല്ലാ ആയുധങ്ങളും ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുണ്ട്, അപ്പം അതുകൊണ്ട് നമുക്കൊന്ന് ശരിക്കും അങ്ങ് ഓടിക്കളയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓടി അറ്റത്തെത്തി നിന്ന് കുറേ കഴിയുമ്പോഴാണ് ഇവർ എല്ലാവരും കതച്ച് ചുമച്ചൊക്കെ വരുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ ട്രെയിനിങ്, ഓഫ് കോഴ്സ് അവർ മേ ബി അവർക്ക് അങ്ങനെ ട്രെയിനിങ്ങിനുള്ള സമയമില്ലായിരിക്കാം, അതുകൊണ്ട് കൂടിയായിരിക്കാം ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. പക്ഷേ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ട്രെയിനിങ്ങൊക്കെ കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് പറ്റിയെന്ന് പറഞ്ഞു. നമ്മളൊരു തലേദിവസം ഇത് കേട്ടോണ്ടുള്ളൊരു വാശിക്ക് ചെയ്തതാണ്. പൊതുവെ അങ്ങനെ ഒരു പോലീസുമായിട്ട് പോലീസിനെ ഒരു ഇത്തിരി ഇതായിട്ട് കാണുന്നൊരു ഇതുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് പല കാര്യങ്ങളിലും അവർ സുപ്പീരിയോറിറ്റി എന്നുള്ള ഇതല്ലേ. പോലീസിന് കൂടുതലായിട്ട് വേണ്ടി വരുന്നത് ഇൻ്റലക്ച്വലായിട്ട് കൂടുതലായിട്ടുള്ളൊരു ഇതാണ്. ഇപ്പം മിലിറ്ററിക്കും വേണം ഇപ്പോൾ, കാരണം എല്ലാം ടെക്നിക്കലി ഗാഡ്ജറ്റ്സ് ആയതുകൊണ്ട് ദേ ആൾസോ റിക്വയർ. ഐ തിങ്ക് കുറച്ച് കഴിയുന്ന സമയത്ത് എൻജിനീയറിങ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളവർ മാത്രമേ മിലിറ്ററിയിൽ ഒരു പക്ഷേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അതേപോലെ ഗാഡ്ജറ്റ്സ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയത് എപ്പോഴും വരും. അങ്ങനെ ചെറിയത് അവർ ദേ ആർ ഫിസിക്കലി ബെറ്റർ ദാൻ അസ് എന്നുള്ളൊരു തോന്നൽ അവർക്ക് എപ്പോഴും ഉള്ളതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. സാർ ഒന്ന് കേരള കാഡറിലേക്ക് വന്നു. അപ്പോൾ അന്നത്തെ ഹീറോ എന്ന് പറയുന്നത് രവി സാറിൻ്റെ അണ്ടറിൽ വേണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ കാസർഗോഡേക്ക് വിട്ടു. എന്തുകൊണ്ടായിരുന്നു അന്ന് അദ്ദേഹം ഈ സൂപ്പർ ഹീറോ ആയിട്ട് അറിയപ്പെട്ടിരുന്നത്? RN രവി സാർ അന്ന് അദ്ദേഹം വന്നിട്ട് അദ്ദേഹം വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ്, പിന്നെ ഫിയർലെസ്സാണ്. അപ്പോൾ ഏതൊരാൾ എന്ത് പറഞ്ഞാലും അദ്ദേഹം ബീഹാറിൽ ഇതേപോലുള്ള പല കാര്യങ്ങളും ഇത് ജോലി ചെയ്യുന്നതിന് മുന്നേ ഡീൽ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ ഇവിടെ വരുന്നത് എനിക്ക് തോന്നുന്നു കണ്ണൂരിലൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹം പോയി തലശ്ശേരിയിലൊക്കെ അദ്ദേഹം പോയി വളരെ ഇതായിട്ട് സോൾവ് ചെയ്തൊക്കെ വരുന്ന ആളാണ്. അപ്പോൾ നമുക്ക് അന്ന് വളരെ ആക്റ്റീവാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു ഹീറോ ആണ്. അന്ന് നമ്മളിവിടെ വരുന്ന സമയത്ത് പോലീസിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മിസ്റ്റർ RN രവി അദ്ദേഹം തന്നെയാണ്. പിണറായി വിജയനുമായിട്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കേൾക്കുന്ന പേര് ഇദ്ദേഹത്തിൻ്റെ ആയിരുന്നു അതോ? കേൾക്കുന്ന പേര് അദ്ദേഹത്തിൻ്റെയാണ്. പിന്നെ ചിലർ പറയുന്നുണ്ട് അദ്ദേഹം നമ്മുടെ അജിത് ഡോവലാണ്, ഡോവൽ സാറിൻ്റെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആണെന്നാണ് ഞങ്ങൾ പലരും അറിയുന്നത്, നമ്മൾ ചോദിച്ചിട്ടില്ല. ഈ കാസർഗോഡ് എങ്ങനെയായിരുന്നു സാറിൻ്റെ ആ തുടക്കത്തിലുള്ള? ഞാൻ അവിടെ മിസ്റ്റർ നെറ്റോ ഡസ്മിൻ നെറ്റോ അദ്ദേഹമാണ് അവിടെ SP ആയിരുന്നു. അത് ഡിസ്ട്രിക്റ്റായിട്ട് ഒരു വർഷമേ ഉള്ളൂ. അന്ന് നമുക്ക് അവിടെ നിന്ന് ഫോൺ ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്ത് കാത്തിരിക്കണം. ചിലപ്പോൾ 1-2 മണിക്കൂറൊക്കെ കാത്തിരിക്കണം, എന്നാലേ നമുക്ക് ഫോൺ ഇവിടെയായിട്ട് കണക്ഷനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതൊരു ഔട്ട്സൈഡ് കേരള പോലെയാണ്. കാരണം മിക്കവാറും ട്രെയിൻസ് എല്ലാം കണ്ണൂർ വരെയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു യാത്ര ചെയ്യണമെങ്കിലും വലിയ അപൂർവം ട്രെയിൻസ് അതിലേ ഉള്ളൂ. അങ്ങനെയുള്ള അതായത് നമ്മുടെ സാധാരണ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന് അല്പം പുറത്താണെന്ന് തോന്നുന്ന വിധത്തിലാണ് അവിടെയുള്ളത്. പിന്നെ ഇന്ന് കാണുന്ന കാസർഗോഡൊന്നുമല്ല, അബ്സല്യൂട്ടലി എന്താ പറയുന്ന അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരിതാണ്. ഇപ്പം ഞാൻ ഈ വർഷം 2 പ്രാവശ്യം അവിടെ പോയി. 2 പ്രാവശ്യം പോയിട്ട് എനിക്ക് പല സ്ഥലങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയായിരുന്നു സ്ഥിതി. അപ്പോൾ അത്ര മാറ്റങ്ങൾ അവിടെ കുറേ അധികം വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് പോലും കാസർഗോഡ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, അത്യപൂർവമായിട്ട് പർദ്ദയിട്ട സ്ത്രീകളെ കാണാൻ പറ്റുള്ളൂ.
പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് പർദ്ദ ഇടാത്ത സ്ത്രീകളെ അവിടെ കാണാൻ പറ്റില്ല. ഭയങ്കര ഡിഫറൻസാണ്. ഇപ്പോൾ കണ്ണൂരൊക്കെ അന്ന് നമ്മൾ പർദ്ദയിട്ട സ്ത്രീകളെ കാണാറേ ഇല്ല. ആ ഒരു സിറ്റുവേഷൻ, ആ ഡിഫറൻസ് നമുക്ക് ഈ പറയുന്ന ഏകദേശം പെട്ടെന്ന് മനസ്സിലാക്കാൻ 40 ഇയേഴ്സിൽ ഭയങ്കര മാറ്റമാണ് അത്. അത് കഴിഞ്ഞ് എങ്ങനെയായിരുന്നു സാർ സ്വതന്ത്ര ചുമതലയുള്ള SP ആയിട്ട്? സ്വതന്ത്ര ചുമതലയുള്ള ASP ആയിട്ട് തലശ്ശേരി വരുന്നു. അതിന് ഇടയ്ക്ക് ഞങ്ങൾക്ക് വേറെ ട്രെയിനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് ശബരിമല ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയത്താണ് എന്നെ നെയ്യാറ്റിൻകര പോസ്റ്റ് ചെയ്തതെന്നും പറഞ്ഞൊരു ഓർഡർ വരുന്നതും ഞാൻ നെയ്യാറ്റിൻകരയ്ക്ക് പോകണമെന്നും പറഞ്ഞ് അവിടുത്തെ SP ശ്രീ ഉപേന്ദ്രവർമ്മയാണ് അന്ന് അവിടെ ശബരിമലയുടെ ചാർജ്. അന്ന് ശബരിമല ഇതുപോലെയൊന്നുമല്ല, അതും വളരെ റൂഡിമെൻ്ററി ആയിട്ടുള്ള ഫെസിലിറ്റീസും ബാക്കിയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ചാർജ് എടുക്കാൻ വന്നപ്പോൾ അന്നത്തെ IG പറഞ്ഞു വെയിറ്റ്. അപ്പോൾ അവിടെ വേറെ ആരും പോസ്റ്റ് ചെയ്തിരുന്നു, വേറെ ലോക്കലായിട്ട്, അതായത് ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ അവിടെ. അപ്പോൾ 2-3 ദിവസം ഇവിടെ വെയിറ്റ് ചെയ്തപ്പോൾ തലശ്ശേരിയിൽ പോകാൻ പറഞ്ഞു. ദെൻ ഐ വെൻറ്റ് ടു തലശ്ശേരി. തലശ്ശേരി എന്ന് പറഞ്ഞാൽ 80കളുടെ ഒരു സമയമാണ്. ആ സമയം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്, കൊലപാതകങ്ങൾ അടിക്കടി നടന്നുകൊണ്ടിരിക്കുന്ന സമയം. എങ്ങനെയായിരുന്നു അതിനെ നേരിട്ടത്? അല്ല, ആക്ച്വലി എൻ്റെ പീരീഡിൽ എനിക്ക് തോന്നുന്നു 1986 ജനുവരിയിലാണ് അവിടെ ചെല്ലുന്നത്. എൻ്റെ പീരീഡിൽ CPM-ഉം BJP അല്ലെങ്കിൽ RSS ആയിട്ട് നോട്ട് ഈവൻ എ അറ്റാക്ക് ടുക്ക് പ്ലേസ്. മർഡർ എന്നല്ല, നോട്ട് ഈവൻ എൻ അറ്റാക്ക് അവർ തമ്മിലുണ്ടായിട്ടില്ല. അത് നമ്മൾ ആക്ച്വലി അവിടുത്തെ എല്ലാം ചെയ്യേണ്ടത്, അവിടെ വരുന്ന ഓഫീസർ ടോട്ടലി ഇമ്പാർഷ്യൽ ആൻഡ് ടേക്ക് സ്ട്രോങ് ആക്ഷൻ എന്നൊരു തോന്നൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞു. അന്ന് എസ്പെഷ്യലി നമ്മുടെ ശ്രീ K. കരുണാകരനാണ് ചീഫ് മിനിസ്റ്റർ. ഇപ്പം നമ്മൾ വളരെ ഇമ്പാർഷ്യലായിട്ട് ഏത് കേസായാലും സാമാന്യം ടോട്ടലി ഇമ്പാർഷ്യലാണ്. പിന്നെ അവിടെയുള്ള ഓഫീസേഴ്സിനും അങ്ങനെയുള്ള ഓഫീസേഴ്സാണ്. അപ്പോൾ എനിക്ക് അന്ന് ഇരിട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന CI എന്ന് പറയുന്ന ഒരു രാധാകൃഷ്ണൻ നായരാണ്. സോ ഇമ്പാർഷ്യൽ. അപ്പോൾ ഇരിട്ടി അദ്ദേഹത്തിനെ പറ്റി ആകെ പരാതി ഉണ്ടായിരുന്നത് അഡ്വക്കേറ്റ്സിന് മാത്രമാണ്. കാരണം അദ്ദേഹം അവിടെ ഉള്ളിടത്തോളം കാലം അവർക്ക് സിവിൽ കേസ് പോലും കിട്ടില്ല. കാരണം എല്ലാവരും CID അടുത്ത് വരും, എന്തായാലും ആ കേസ് പോലും ഇല്ലാതെ തീർന്നു പോകും. അങ്ങനെയുള്ള ഓഫീസർ. പിന്നെ ഹക്കിം ബത്തേരി, അദ്ദേഹമായിരുന്നു എനിക്ക് കുത്തുപറമ്പ്. അദ്ദേഹത്തിൻ്റെ കൂടെ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ കൂടെയാണ് കാസർഗോഡിയാണ് ട്രെയിനിങ് ആരംഭിക്കുന്നത്. പിന്നീട് ആ ഹക്കിം ബത്തേരിയാണ് കുത്തുപറമ്പ് ഫയറിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ഓഫീസേഴ്സായിരുന്നു. ഇവിടെ തലശ്ശേരിയിൽ എന്ന് പറഞ്ഞ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ NP ബാലകൃഷ്ണൻ. അപ്പോൾ SI നല്ല ഓഫീസേഴ്സും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും നമ്മൾ കൂടി ആക്റ്റീവാണെന്ന് കണ്ടാൽ എല്ലാവരും വളരെ നല്ല ആക്റ്റീവായിട്ട്. പിന്നെ സബ് കളക്ടറായിട്ട് AK ദുബെ ആയിരുന്നു. അപ്പോൾ വിയുടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിലും ഇപ്പം ചെന്ന വശം ഉണ്ടായൊരു അപകടം എന്ന് പറയുന്നത്, അവിടെ ജഗന്നാഥ ടെമ്പിളിൽ ഉത്സവം നടക്കുന്നതിനെപ്പറ്റി കോടതി ഓർഡറുകളുണ്ടായിരുന്നു 2 ഗ്രൂപ്പുകാർ തമ്മിൽ. എനിക്ക് അവസാനം 3-4 ഓർഡർ കിട്ടി. ഏത് ഓർഡർ അനുസരിക്കേണ്ടത് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ഡിഫറെൻറ്റ് ബെഞ്ചിൻ്റെ ഓർഡേഴ്സ് വന്നപ്പോൾ ഞാൻ അവിടുത്തെ ഡിസ്ട്രിക്ട് പ്ലീഡറോട് ഇത് ഏതോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉത്തരം പറയാതെ മാറി. അവസാനം ഞാൻ അവിടുത്തെ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ അടുത്ത് പോയി, ഇതിൽ ഏത് ഓർഡറാണ് ഞാൻ അനുസരിക്കേണ്ടതെന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം കിട്ടിയ ഓർഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് വെച്ചു. ഇപ്പോൾ 2-3 സിംഗിൾ ജഡ്ജിൻ്റെ തന്നെയാണെങ്കിൽ 3ാമത്തെ ഓർഡർ ആ ഒരു ബെഞ്ചിൻ്റെ ഓർഡർ ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് നടപ്പാക്കി. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഈ ഭാരത് ബന്ദായിരുന്നു. അന്നൊക്കെ ബന്ദുകൾ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്നത്തെ പോലെയല്ല, അത് ഹർത്താലല്ല, ഭാരത് ബന്ദ് എന്ന് പറഞ്ഞാൽ റോഡെല്ലാം ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് വാസ്തവത്തിൽ സുമജൻ എന്ന് പറയുന്ന അയാൾ പോലീസുകാരനാണ്, പക്ഷേ എൻ്റെ കൂടെ ഡ്രൈവറായിട്ട് നിൽക്കുകയാണ്. പിന്നീട് മിസ്റ്റർ നായനാരുടെ കൂടെ 10 വർഷം അദ്ദേഹം ഗവൺമെൻറ്റായിട്ട് നിന്നിരുന്നു. മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണൻ, അന്ന് അദ്ദേഹം MLA ആണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ് ഇയാളും ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തത്. പിന്നീട് ഡൈവേഴ്സ് ആയെന്ന് തോന്നുന്നു. പക്ഷേ അയാളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇയാളൊക്കെ വന്നിട്ട് രാത്രി നമ്മൾ ഈ കല്ല് വയ്ക്കുന്ന മാർക്സിസ്റ്റുകാരെ കൊണ്ട് തന്നെ ആ കല്ലും പറക്കി മാറ്റിക്കുമായിരുന്നു റോഡിൽ വയ്ക്കുന്നത്. അപ്പോൾ അപ്പോൾ അവരുടെ ബസ്സൊക്കെ മറിഞ്ഞ് അവർക്ക് അവരുടെ സമ്മേളനത്തിന് പോകുന്ന സമയത്ത് നമ്മൾ പോയി ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ ഏതായാലും എൻ്റെ സമയത്ത്
അവർ തമ്മിൽ ഒരു അടി പോലും ഉണ്ടായിരുന്ന കേസ് ഉണ്ടായില്ല എന്നുള്ളതാണ്. അന്ന് ഈ പറയുന്ന നേതാക്കന്മാരെയൊക്കെ കണ്ട് സംസാരിക്കേണ്ടി വന്നിരുന്നോ, അതോ ഈ ഒരു സ്റ്റേൺ ആക്ഷൻ കൊണ്ട് മാത്രം അത്? അതിൽ പ്രധാനമായിട്ടൊക്കെ ഉണ്ടാക്കുക എനിക്ക് തോന്നുന്നു ഒന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ്, അവിടുത്തെ MLA ഒക്കെ ആയിരുന്നുകൊണ്ട്. പിന്നെ എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അത്ര അധികം വലിയ നേതാക്കന്മാരൊന്നും അവിടേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഇഷ്യൂസ് അങ്ങനെ പൊങ്ങി, അവരുടെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അങ്ങനെ പൊങ്ങി വരാത്തതുകൊണ്ട് അങ്ങനെ ഇഷ്യൂ ഉണ്ടാകാറില്ല. പിന്നെ ഒരു വിഷയം ഉണ്ടായിരുന്നത് ഒന്ന് പാനൂർ PR കുറുപ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു കേസുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു അഡ്വക്കേറ്റിൻ്റെ ഇന്ന് ഏകദേശം അന്ന് 50 lakh rupees മറ്റോ എസ്റ്റേറ്റിൻ്റെ വിലയുടെ എന്തോ ആണ്, ഒരു വലിയ എസ്റ്റേറ്റിൻ്റെ, അതിൻ്റെ വിഷയം ഉണ്ടായിരുന്നു. പിന്നീട് വേറൊരു വിഷയം ഉണ്ടായിരുന്നത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജോയിൻറ്റ് രജിസ്ട്രാർ, അതൊരു മുസ്ലിം നെയിമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഇന്നത്തെ മുഖ്യമന്ത്രിയും അവരുടെ ഒരു ടീമും ചേർന്ന് ആക്രമിച്ച് അദ്ദേഹത്തിൻ്റെ പല്ലൊക്കെ പോയി. അപ്പോൾ അതൊരു സീരിയസ് ഒഫൻസാണ്. ഞങ്ങൾ ഗ്രേ ക്രൈം എന്ന് പറയും, ഗ്രേ ക്രൈം റിപ്പോർട്ട് വേണം അതിന്. അപ്പോൾ അതിൻ്റെ ഇതിനൊക്കെ അപ്പോൾ ഹക്കീം ബത്തേരിയാണ് അത് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ മിസ്റ്റർ പിണറായി വിജയൻ വാസ് അക്യൂസ്ഡ് ഇൻ ദാറ്റ്. അത് കേസായില്ലേ എന്നിട്ട്? അതോ ആയി ആ ചാർജ് കൊടുത്ത് കാണും. ഞാൻ പോന്നിട്ടായിരിക്കും ഒരു പക്ഷേ ചാർജ് കൊടുത്തത്. അപ്പോൾ അതിന് കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടുന്ന് കുറേ നാൾ മാറി എന്ന് തോന്നുന്നു, ഒരു 1-1.5 മാസമൊക്കെ. തുടർന്നാണോ സാറ് SP? അല്ല, പിന്നീട് ഞാൻ അവിടെ നിന്ന് പിന്നീട് ASP എന്നെ ചില ഇഷ്യൂസ് അവിടെ ഉണ്ടായിരുന്നതിന് തുടർന്ന് എനിക്ക് തോന്നുന്നു കരുണാകരൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല. സാറ് തുടക്കകാലത്ത് ഇടതുപക്ഷത്തിൻ്റെ ആളായിട്ടാണ് അറിയുന്നത്? അല്ലല്ല, അന്ന് അതിൻ്റെ അല്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ശരിക്കും തലശ്ശേരിയിൽ ഞാൻ ഇന്ന് എഴുതിയതിൽ ഒരു പാട്ടാണത്. തലശ്ശേരിയിൽ ഞാനും RSS ആയിട്ടൊരു ഇഷ്യൂ ഉണ്ടായി. അത് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പോൾ തലശ്ശേരിയിൽ ഇപ്പം നവരാത്രി നടക്കുന്നു, പൂജാ ദിനത്തിൻ്റെ അന്നൊക്കെ ഈ പൂജയുടെ അന്ന് എന്ത് ചെയ്യുന്നു, പോലീസ് സ്റ്റേഷനിൽ വെപ്പൺസ് എല്ലാം പൂജയ്ക്ക് വെച്ച് അന്നാണ് നാട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ ഒരു പേടിയില്ലാതെ എല്ലാം കയറി ഇറങ്ങുന്നതാണ്. 100 കണക്കിന് ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ വന്ന് എല്ലാം കാണാനായിട്ട് വരും. അതുപോലെ അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ് ഇല്ല, ടാക്സി സ്റ്റാൻഡിലെല്ലാം അലങ്കരിച്ച് എല്ലാം ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് നബിദിനം, ഇതൊക്കെ കഴിഞ്ഞ് നബിദിനം വന്ന സമയത്ത് അപ്പോൾ അവിടുത്തെ മുസ്ലിം വിഭാഗക്കാർ വന്ന് പറഞ്ഞു, ഞങ്ങളിവിടെ ന്യൂ മാഹി, ഇപ്പോൾ അത് കണ്ടറിയാത്ത വിധം മാറിയെന്ന് തോന്നുന്നു. അന്ന് വളരെ ചെറിയൊരു സ്ഥലം, മാഹിയുടെ തൊട്ടപ്പുറത്ത് പാലത്തിൻ്റെ അറ്റം ചെന്ന് കയറുന്ന സ്ഥലമാണ് ന്യൂ മാഹി എന്ന് പറയുന്നത്. അവിടെ അരി വിതരണം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു അത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. ഇവരറിഞ്ഞിട്ട് നടത്താൻ പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇവരോട് 2 വീട്ടുകാരോടും പറഞ്ഞു, നോക്കുക അത് നടത്തട്ടെ. കാരണം അപ്പോൾ ഞാൻ ഇവരോട് വിളിച്ചിട്ട് പറഞ്ഞു, നോക്കൂ നിങ്ങളുടെ ആഘോഷങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അവർ അവരുടെ നബിദിനായിട്ട് അരി വിതരണം ആവശ്യമുള്ളവർ പോയി വാങ്ങിച്ചാൽ മതി, അവർക്കാണ് കൊടുക്കുന്നത്, കൊടുക്കട്ടെ. അപ്പോൾ അവർ അതിനെപ്പറ്റി എതിർത്ത് അതിനൊരു ഇതുണ്ടായി. അപ്പോൾ ഒരു കൺസിലിയേറ്ററി മീറ്റിംഗ് ദുബൈ വിളിച്ചു, ദുബൈയുടെ ഓഫീസ്. അപ്പോൾ അതിൽ ചിലർ ഭയങ്കര ഇതായിട്ട് സംഘർഷമൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞപ്പോൾ ഒരാളെ പിടിച്ചുകൊണ്ട് പോയി അപ്പുറത്ത് നിന്നിട്ട് വളരെ റാഷായിട്ട് തന്നെ അയാളോട് പറഞ്ഞു, ഞങ്ങൾ ഇത് നടത്തിയിരിക്കും, അങ്ങനെയൊന്നും. കാരണം അയാളോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി, അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം മുതൽ നിങ്ങൾക്കും നടത്താൻ പറ്റില്ല. കാരണം ഈ അവരെതിർത്താൽ പിന്നെ ഒബിയസായിട്ട് നമുക്ക് ഒരാൾക്ക് മാത്രമായിട്ട് അനുവദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കിതൊരു കേസ് ഫയൽ ചെയ്തു. ആ കേസ് അപ്പോൾ എനിക്കിത് നമ്മൾ വളരെ പുതിയതായതുകൊണ്ട് ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്നറിയില്ല. അപ്പോൾ അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറോട് പറഞ്ഞു ഇങ്ങനെ എന്നെ ഡിഫെൻഡ് ചെയ്യണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു ഈ അക്യൂസ്ഡിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ കേസിൽ അവർക്ക് പറ്റില്ല, നമ്മൾ പ്രൈവറ്റ് അഡ്വക്കേറ്റിനെ വയ്ക്കണം. എന്തായാലും അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോരാറായപ്പോഴേക്കും കേസിൽ ബെയിലൊക്കെ എടുത്തു കഴിഞ്ഞ് ആ കേസ് അതുപോലെ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്നോട് പറഞ്ഞു ഡിസ്ട്രിക്ട് കോടതിയിൽ കൊടുത്താൽ മതി, അത് ക്ലിയർ ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസ്ട്രിക്ട് കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ കമാൻഡൻ്റായിട്ട് APTC എന്ന് പറയുന്ന ഇപ്പോൾ കേപ്പയുടെ അവിടെയുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ ആലപ്പുഴ SP ആയിട്ട് വന്നു. ആലപ്പുഴ SP ആയിട്ട് വരുമ്പോൾ അന്ന് മാർക്സിസ്റ്റ് ഭരണമാണ്. കാരണം 87-ലാണ് ഞാൻ അവിടെ നിന്ന് വരുന്നത്. 87-ൽ ഞാൻ തലശ്ശേരിയിൽ നിന്ന് കുറച്ച് നാൾ കണ്ണൂർ ASP സ്പെഷ്യൽ ബ്രാഞ്ചായിട്ട് പോകേണ്ട വന്നു. കാരണം എന്നെ കുറച്ച് നാൾ പോസ്റ്റിംഗ് ഇല്ലാതെ നിർത്തി. അത് കഴിഞ്ഞിട്ട് അവിടെ പോസ്റ്റ് ചെയ്ത് ഒരു പക്ഷേ ഈ ഇൻസിഡൻ്റ് ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടോ
എന്നെ മാറ്റി. ആ ഇടയ്ക്കാണ് എൻ്റെ മാരേജ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ കണ്ണൂർ പോയി. അപ്പോൾ അത് കണ്ണൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ എന്നെ APTC കമാൻഡൻ്റ് ആക്കുന്നത്. അവിടെ നിന്ന് തിരിച്ച് ആലപ്പുഴയിൽ SP ആയിട്ട് വന്നു. അവിടെ SP ആയിട്ട് വന്ന് വശം അന്ന് ആരവരുടെ ഡിസ്ട്രിക്ട് സെക്രട്ടറി എന്ന് എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഏതായാലും അവിടെ ഒരു മർഡർ നടന്നായിരുന്നു. ഞാൻ വരുന്നതിന് മുമ്പാണ്. ഇപ്പോൾ കുട്ടനാട് മേഖലയിൽ പുളിങ്കുന്ന് പുളിങ്കുന്ന് അവിടെ അങ്ങാണ്ടെന്ന് തോന്നുന്നൊരു മർഡർ നടന്നിട്ട് അതിൽ രസമുണ്ടായതെന്ന് വെച്ചാൽ ഈ വിളിച്ച ആളെ എന്നോട് പറയാണ്. അപ്പോൾ അവിടെ നിന്ന് വളരെ നല്ലൊരു DYSP ഹാരി സേവ്യർ എന്ന് പറഞ്ഞു, അങ്ങേരാണ് ആ കേസിൻ്റെ സൂപ്പർവിഷൻ നടത്തുന്നത്. വളരെ അത്ര നല്ലൊരു DYSP ആണ്. അപ്പോൾ ഞങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ കുറേ ചെരുപ്പുകൾ കിട്ടിയായിരുന്നു. അപ്പോൾ അക്യൂസിൻ്റെ ഓടിപ്പോയപ്പോഴുള്ള ചെരുപ്പുകളാണ്. ഈ വിളിക്കുന്ന ആൾ എന്നോട് പറഞ്ഞു അത് അക്യൂസ്ഡ് അല്ല, അത് സാക്ഷികളാണ്, അവരവിടെ ഈ മർഡർ കണ്ടിട്ട് ഓടിപ്പോയതാണെന്ന്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചുപോയി. കാരണം എന്ന് വെച്ചാൽ ഒരു ഡിസ്ട്രിക്ട് കമ്മിറ്റി സെക്രട്ടറി വിളിച്ചിട്ട് SP പറയുകയാണ് അവിടെ മർഡർ അക്യൂസ്ഡ് നിൽക്കുന്നവരെല്ലാം സാക്ഷികൾ. അപ്പം ഞാൻ വെറുതെ ചിരിച്ചുള്ള അങ്ങനെ ഫോൺ വെച്ചു. ഏതായാലും നമ്മുടെ കേസ് അങ്ങനെ തുടർന്നപ്പോൾ 1.5 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ആലപ്പുഴയിൽ നിന്ന് മാറ്റി. അപ്പോൾ കൊല്ലത്തെ SP എന്നെയും പരസ്പരം മാറ്റി. കൊല്ലത്ത് ഞാൻ ആക്ച്വലി ചാർജ് എടുത്ത ദിവസം തന്നെ രാത്രി ഒരു മെസ്സേജ് പറഞ്ഞു കുളത്തുപുഴ. എനിക്കന്ന് കൊല്ലം അറിയില്ല ആക്ച്വലി. ഐ ഡോണ്ട് നോ എനി പ്ലേസ് ഇൻ കൊല്ലം. കുളത്തുപുഴയിൽ ഒരു വീടിന് തീ വെച്ചു. അപ്പോൾ തീ വയ്ക്കപ്പെട്ട വീട് അത് ഓല വീടാണ്. അപ്പോൾ തീ വയ്ക്കപ്പെട്ട വീട് മാർക്സിസ്റ്റുകാരനെയാണ്, വെച്ചിരിക്കുന്നത് കോൺഗ്രസ്സുകാരാണെന്നുള്ളത്. ഏതായാലും ഞാൻ രാത്രി തന്നെ അവിടെ പോയി. അത് കഴിഞ്ഞ് ഫോറൻസിക്കാരെല്ലാം വിളിപ്പിച്ച് പിറ്റേ ദിവസം കാലത്ത് ഫോറൻസിക്കാർ നോക്കിയ സമയത്ത് ഇത് അകത്തുനിന്ന് തീ വെച്ചിരിക്കുന്നതാണ്, പുറത്തുനിന്നല്ല തീ വന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് പറഞ്ഞപ്പോൾ വീണ്ടും ഇവർക്ക് വലിയ വിഷമമായി. കാരണം ഇയാളപ്പോൾ കോൺഗ്രസ്സുകാരൻ്റെ ആളാണ്. കാരണം അവർ വലിയൊരു ഇഷ്യൂ ആയിട്ട് ടേക്കപ്പ് ചെയ്യാൻ, അവരുടെ ഭരണമാണ് ടേക്കപ്പ് ചെയ്യാൻ നടന്നത്. പോലീസ് പറയുന്ന അകത്തുനിന്ന് തീ വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ഉണ്ടായി. എനിക്ക് തോന്നി അടുത്ത ട്രാൻസ്ഫർ വരുന്നു എന്ന് പറഞ്ഞ സമയത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ തലശ്ശേരിയിൽ ഞാൻ കൊടുത്തിരുന്ന ഡിസ്ട്രിക്ട് കോടതിയിൽ കൊടുത്തിരുന്ന പെറ്റീഷൻ ഉണ്ടല്ലോ, അത് തള്ളിയിൽ ഒരു മാരാർ എന്ന അവസാനം വരുന്ന ഒരു ഡിസ്ട്രിക്ട് ജഡ്ജാണ് തള്ളിയത്. അപ്പോൾ തള്ളിയിൽ അതിൽ എഴുതിയിരിക്കുന്ന റീസൺ എന്തെന്ന് വെച്ചാൽ അറ്റൻഡിങ് എ പീസ് കോൺഫറൻസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഡ്യൂട്ടി ഓഫ് ദ ASP എന്ന്. അതായത് ഒരു സമാധാന സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ASPയുടെ ജോലിയുടെ ഭാഗമല്ല എന്ന്. പിന്നെ എന്താണ് സമാധാനം ഉണ്ടാക്കലല്ലാതെ വേറെ എന്താണ് ASP ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷേ അതിൽ വേറെ കാര്യം കൊണ്ട് ചെയ്തതാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഭാഗത്താണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവിടുത്തെ പാർട്ടിക്കാരൊക്കെ വിചാരിച്ചു വേണം ഇവനിപ്പോൾ ഇങ്ങനത്തെ ഉള്ളവരാണ്. അത് പിന്നെ ഞാൻ ഹൈക്കോടതിയിൽ പോയിട്ട് ആദ്യം സ്റ്റേ ചെയ്ത് പിന്നെ കോഷ് ചെയ്തു. അപ്പോൾ അത് അങ്ങനെയുള്ള ഇൻസിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ അവിടെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴാണ് പെരുമൺ ട്രെയിൻ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ പെരുമൺ ട്രെയിൻ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ആക്ച്വലി ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് പോലീസിൻ്റെ പൊതുവെ പ്രവർത്തനം വളരെ ഇതായതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ പോലീസുകാർക്കും ക്യാഷ് റിവാർഡ് ഗവൺമെൻറ് പ്രഖ്യാപിച്ച് കൊടുത്ത ഒരു സമയമാണ്. അങ്ങനെ എല്ലാവരും അതായത് അവിടെ നിന്ന് ഒരു കുട പോലും ആക്ച്വലി മിസ്സിങ് ആയിട്ട് ആൾക്കാരുടെ പോയില്ല. ഈ 105 പേര് മരിക്കുകയും ബാക്കിയൊക്കെ ചെയ്തു. അപ്പോൾ ഞാനൊക്കെ അവിടെ 10 ദിവസം അവിടെ തന്നെയായിരുന്നു ഈ ആക്സിഡൻറ്റ് നടന്ന സൈറ്റിൽ. അങ്ങനെ പോലീസിൻ്റെ പ്രവർത്തനം അത്ര ഇതായതുകൊണ്ട് ഞാൻ അവിടെ റൂട്ട് വെച്ച പോലെ അവിടെ നിന്നുപോയി. പിന്നെ വരുന്ന ഏകദേശം 3.25 കൊല്ലം അവിടെ തന്നെയായിരുന്നു. ആ സമയത്താണെന്ന് തോന്നുന്നു PK ഗുരുദാസനും സാറും മാറി ഇരുന്നാൽ മതി എന്നുള്ള രീതിയിൽ അത് അല്ല അങ്ങനെ വരുന്നത്. അപ്പോൾ അവിടെ വരുന്നത് ഒന്നാമത്തേൽ PK ഗുരുദാസ് വളരെ റീസണബിളായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞങ്ങൾ ഇടയ്ക്ക് വഴക്കുണ്ടാകും ഉള്ളിൽ. കാരണം അവരെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും അത് പറ്റില്ല ഇത് പറ്റില്ല. അപ്പം അന്ന് അവർ ഇടയ്ക്ക് വന്ന് പറയായിരുന്നു ഈ ആശ്രമത്തിൻ്റെ മൈതാനത്തിൻ്റെ അപ്പുറത്ത് RSS അവരുടെ ഇത് നടത്തുന്നു, അപ്പോൾ അത് നിർത്തണം, അത് സമ്മതിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നോക്കുക അത് ഞാൻ നിർത്താം, പക്ഷെ നിങ്ങളുടെ ഓഫീസും കൂടി ഞാൻ നിർത്തുമെന്ന് പറഞ്ഞു. അവർക്ക് നിങ്ങളുടെ അത്ര സ്വാതന്ത്ര്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു. അതുപോലെ ഇപ്പോൾ അന്നൊരു എനിക്ക് തോന്നുന്നു ഒരു സബ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. അവിടെ ഒരു 1 വേ ഉണ്ടായിരുന്നു, അവിടുത്തെ മാർക്കറ്റ് റോഡിൽ കൂടെ ഒരു 1 വേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തെറ്റിച്ച് വന്ന ഒരു ജീപ്പിനെ തടഞ്ഞു നിർത്തി. ആ ജീപ്പിൻ്റെ അതിൽ ആളെ ഇറങ്ങി ആ SIയുടെ കോളറിന് പിടിച്ചു. SI നല്ല അടി കൊടുത്തു. അത് കഴിഞ്ഞ് അവനെ പിടിച്ചുകൊണ്ട് വന്നു. ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴറിയുന്ന അയാൾ DYFIയുടെ ഒരു ജില്ലാ സെക്രട്ടറിയോ
അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അതേപ്പറ്റി വലിയ ആക്ഷേപമായി. കാരണം അങ്ങനെയൊക്കെ ഒരിക്കലും സംഭവിക്കാറില്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇത് എസ്.ഐയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ മറുപടി അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, എനിക്ക് തോന്നുന്നു AP കുര്യനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. അപ്പോൾ എന്നെ വിളിച്ച് ഇങ്ങനെ സംഭവം ഉണ്ട് അതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണെങ്കിൽ 2 അടി കൂടുതൽ കൊടുത്തന്നെ. കാരണം യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഒരു ഓഫീസർ വളരെ നിയമപൂർവ്വം അയാളോട് ഇന്നതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ ക്വാളിറ്റി കടി പിടിച്ച് അയാളെ അടിക്കാൻ പോയാൽ തീർച്ചയായിട്ടും തിരിച്ച് അടിച്ചിരിക്കും. ഞാനാണെങ്കിൽ 2 അടി കൂടുതൽ കൊടുത്തന്നെ. അപ്പോൾ ആ ഇഷ്യൂ അവിടെ സെറ്റിൽ ചെയ്തു. പക്ഷേ അന്നൊരു ഇലക്ഷൻ്റെ സമയമായിരുന്നു. ഒന്ന് അയാളെ 2-3 മാസം കഴിഞ്ഞപ്പോൾ അവർ മാറ്റി. പക്ഷേ അയാളുടെ സ്വന്തം സ്ഥലത്തേക്കാണ് അയാൾ മാറ്റപ്പെട്ടത്. ഇങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ അപ്പോൾ ഇലക്ഷനൊക്കെ ഇപ്പോൾ 89 ഇലക്ഷൻ വന്നു. അങ്ങനെയുള്ള ഇലക്ഷനൊക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു ഒന്നാണ് ആദ്യമായിട്ട് ഈ കൊടിക്കുന്നിൽ സുരേഷ് സ്ഥാനാർത്ഥിയായി വരുന്നതും ജയിക്കുന്നതും. അത് കൊല്ലത്തിൻ്റെ കിഴക്ക് ഭാഗമാണ്. എനിക്ക് അടൂർ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമാണ്. അപ്പോൾ അവർ ഈ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാറില്ല, നേരെ ആക്ഷൻ എടുക്കും. അപ്പോൾ ചിലപ്പോൾ ചിലരെ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ CPI അവരൊരു ഗ്രൂപ്പിൽ ഭരണം നടത്തുന്നവരാണെങ്കിൽ സംഘർഷം ഉണ്ടാകുന്ന 2 ജില്ലകളാണ് തൃശ്ശൂരും കൊല്ലവും. കാരണം ഈ 2 ജില്ലകളിലാണ് CPI ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് CPM-ആയിട്ട് അവർ അറ്റാക്ക് ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം അവിടുത്തെ ഒരു CPM സംഘർഷം ഉണ്ടായിട്ട് ഏതായാലും അവിടെ പുതുതായിട്ട് തുടങ്ങിയൊരു പോലീസ് സ്റ്റേഷൻ 7 ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു നാടൻ ബോംബ് എറിഞ്ഞു. അത് നാടൻ ബോംബ് എറിഞ്ഞ് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. പിറ്റേ ദിവസം കാലത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ മതിൽ ചാടി തന്നെ അപ്പുറത്ത് കടന്ന് ഇത് കഴിഞ്ഞ് ഡോഗ്സിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അന്നൊരു KC പിള്ള എന്ന് പറയുന്ന അവിടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പേപ്പർ പൊതിഞ്ഞ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഡോഗ് വന്നിട്ട് ഡോഗിനെ ഞാൻ പറഞ്ഞു ഫ്രീ ആക്കി വിടാൻ പറഞ്ഞു. നമ്മൾ കയ്യിലൊന്നും പിടിക്കണ്ട, മണപ്പിച്ചിട്ട് അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. മണപ്പിച്ച് വിട്ട് ഡോഗ് നേരെ മണപ്പിച്ച് ഓടിച്ചെന്ന് കയറിയത് CPIയുടെ ഓഫീസിലാണ്. അപ്പം അതൊക്കെ ഒരു വലിയൊരു ഇഷ്യൂ ആയി. അതായത് CPIക്കാരാണ് ബോംബ് എന്നുള്ള പോലീസ് സ്റ്റേഷനിൽ ഭരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് ഇത് ശ്രീ നായനാർ, അദ്ദേഹം കുറേ കൂടി എന്താ പറയുന്നത് സരസനാണല്ലോ. അപ്പോൾ ഇങ്ങനെ അവിടെയൊക്കെ പ്രസംഗിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹം പറയും ഈ നായക്ക് ഓനറിയോടോ CPIയുടെ ഓഫീസ് ഏതാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമായിരുന്നു. ഓന് എവിടെയാണോ മണം കിട്ടിയത് അവിടെ കയറി. അങ്ങനെയാണ് ആ ഇഷ്യൂ പിന്നീട് അവസാനം സെറ്റിലാവുന്നത്. അന്ന് R ബാലകൃഷ്ണപിള്ള അത് അപ്പം അങ്ങനെയാണല്ലോ ഈ ആരോപണം ഉണ്ടായത്. അങ്ങനെ അവിടുത്തെ ഒരു അതായത് അൺറിട്ടൺ റൂൾ ഉണ്ടായിരുന്നു അത്രേ. അവിടെ വരുന്ന ഓഫീസേഴ്സ് എല്ലാം R ബാലകൃഷ്ണപിള്ള പ്രതിപക്ഷമായാലും അല്ലെങ്കിലും അയാളെ പോയി സന്ദർശിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിത് എവിടെയും ചെയ്യാറില്ല, ഞാൻ പോയിട്ടൊന്നുമില്ല. ഇൻഫാക്റ്റ് ഐ ഡോണ്ട് നോ വേർ ഇസ് ഹൗസ്. അങ്ങനെ അതുപോലുള്ളൊരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ അങ്ങേർക്ക് ആ ഒരു വിഷമം കൊണ്ടായിരിക്കും എന്നെ മുഖം കാണിച്ചില്ല. ഞാൻ പിന്നീട് കേട്ടിട്ടുള്ളത് എന്നോട് ഞാൻ എന്താണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ ട്രാൻസ്പോർട്ടിലായിരുന്നല്ലോ കൂടുതൽ. അപ്പോൾ ഇങ്ങേൻ്റെ അവിടെ ഒരു ചെറിയ മുറി വിസിറ്റേഴ്സ് മുറിയിൽ ഒറ്റ കസേര ഉണ്ടാവുള്ളൂ. ആ കസേരയിൽ അങ്ങേരി ഇരിക്കും, വേറെ വരുന്നവർ നിൽക്കണം. അങ്ങനെയാണ് ഒരിക്കൽ MP ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് വന്നു, ആ കസേര കയറിയിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായിട്ട് അടുത്ത ഇലക്ഷനിൽ കൊടിക്കുന്നിൽ സുരേഷിനെ തോൽപ്പിക്കാനായിട്ട് അങ്ങനെ ശ്രമിച്ചു. കൊടിക്കുന്നിൽ തോൽക്കുകയും ചെയ്തു കേട്ടോ. ആ ഒരു ഇലക്ഷനിൽ കൊടിക്കുന്നിൽ തോൽക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഈ മാടമ്പിത്തരത്തിന് നമ്മൾ ഒരിക്കലും കീഴടങ്ങുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതില്ല. നമ്മളോട് എന്ത് സ്വഭാവം നന്നായിട്ട് എടുക്കുന്നു, നല്ല സ്വഭാവം തന്നെ നമ്മൾ അങ്ങോട്ട് എടുക്കുന്നു. അതിനിടയ്ക്ക് അവിടെ ഫയറിംഗ് ഉണ്ടായി ഇഷ്ടംപോലെ. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഫയറിംഗ് നടന്ന സ്ഥലത്താണ്. കാരണം ആദ്യമായിട്ട് ട്രോളിംഗ് ബാൻ ഉണ്ടാകുന്നു. ട്രോളിംഗ് ബാൻ ഉണ്ടായ സമയത്ത് അവിടെ ഭയങ്കര ഇഷ്യൂസായിരുന്നു. ട്രോളിംഗ് ബാൻ അവസാനിക്കുന്ന ദിവസം അവിടെ മന്ത്രിയുടെ വണ്ടി പോകുമ്പോൾ അതിനെ കയറി പിടിച്ചു ഇവർ. അങ്ങനെ സംഘർഷം ഉണ്ടായി. ഞാൻ ആക്ച്വലി അവിടെ നിന്ന് വന്ന് ഒരു 3:30 ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുള്ളൂ. അപ്പോഴാണ് പറയുന്നത് അവിടെ ഫയറിംഗ് ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ SM വിജയാനന്ദാണ് ഡിസ്ട്രിക്ട് കളക്ടർ. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി അവിടെ പോയി. അങ്ങനെ എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഈ ഒരു കമ്പനിയിൽ നിന്ന് കപ്പിത്താൻ്റെ അവിടെ നിന്ന് പോലീസിനും ആരോ ഫയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും 2 പേരും മരിക്കുകയും 2 പേർക്ക് വെടികൊണ്ട് കിടക്കുകയൊക്കെ ചെയ്യുന്നു. അതെല്ലാം പോയി എടുത്തിട്ട് അപ്പോൾ ചില പ്രതികളെ ഞങ്ങൾ തന്നെ പിടിച്ച് സ്റ്റേഷനിലേക്കൊക്കെ അയച്ചു. അന്ന് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് രാജഗോപാൽ നാരായണൻ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു DGP. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ
വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇത്രയും പ്രൊഫഷണൽ ഓഫീസറെ ഐ ഹാവ് നോട്ട് സീൻ ആഫ്റ്റർ ദാറ്റ് ആൾസോ. അത്രയും പ്രൊഫഷണലായിട്ട് നല്ലൊരു ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊക്കെ നമ്മളൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു എക്സാമ്പിൾ, അന്ന് എൻ്റെ DIG ആയിരുന്ന, ഞാൻ ഓഫീസറുടെ പേര് പറയുന്നില്ല, അദ്ദേഹം പറയും അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ DGയോട് പറയണം. അപ്പോൾ നമ്മളെല്ലാ ദിവസവും DG വിളിക്കും. അപ്പോൾ ഒരു ദിവസം DG എന്നോട് പറഞ്ഞു, സെൻകുമാർ നിങ്ങൾ അവിടെ ഒരു നടന്നു ഇവിടെ നടന്നു എന്നും പറഞ്ഞെന്നെ വിളിക്കണ്ട, DG അറിയേണ്ട കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ മാത്രം അങ്ങ് പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ അങ്ങ് നടന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള DG ആയിരുന്നു അത്. ഇപ്പോൾ ഇതുപോലുള്ള ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ചോദിക്കുക, എന്നിട്ട് മിക്കവാറും വയർലെസ്സിലാണ് ചോദിക്കുന്നത്, സെൻകുമാർ അവിടെ ആൾ വേണോ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും വേണോ. ഇപ്പോൾ ഈ ഫയറിങ് കഴിഞ്ഞ് ഞാൻ അവിടെ നിൽക്കുമ്പോൾ എന്നെ ചോദിച്ചു, വേറെ ഞാൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു, DIG അങ്ങോട്ട് വരണോ? അപ്പം ഞാൻ പറഞ്ഞു വരണ്ട, ഞാൻ നോക്കിക്കോളാം. അല്ല, DIG അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു അദ്ദേഹം അവിടെ പോലീസ് ക്ലബ്ബിൽ ഇരിക്കട്ടെ, കൊല്ലത്ത്, ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒന്നാന്തരം ഒരു DGയുടെ കീഴിൽ 3 കൊല്ലം വർക്ക് ചെയ്തതിൻ്റെ ഗുണങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാകാറില്ല, ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാകാത്തൊരു സമയമായിരുന്നു. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് പലപ്പോഴും എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവരുടെ ആവശ്യങ്ങൾ പലരും നടക്കുന്ന, എനിക്ക് തോന്നുന്നു കൃഷ്ണന്മാരൊക്കെ ഉള്ള സമയമാണ് അത്. അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ സമയത്ത് മാർക്സിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും, അതായത് അവരുടെ കാര്യം നടത്തുന്നില്ല, അവർ നടക്കുന്നില്ല. ഇപ്പോൾ അവരെന്നോട് ഗുരുദാസനൊക്കെ ഇടയ്ക്ക് പറയും, പോലീസിനെ കൊണ്ടല്ല ഞങ്ങൾ വളർന്നത്, ഞങ്ങൾ സ്വന്തമായിട്ട് വളർന്ന ആൾക്കാരാണ്, അതുകൊണ്ട് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഈ നായനാർ സാർ എന്നെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അലഗേഷൻ ഞാൻ മാർക്സിസ്റ്റുകാർക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറുന്നതിന് തൊട്ട് മുന്നേ കൊല്ലത്തുനിന്ന് ഇൻഫർമേഷൻ വന്നു, എൻ്റെ ഓഫീസ് കോൺഗ്രസ്സുകാർ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കയറിയപ്പോൾ തന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ഉടനെ ഇപ്പോൾ തിരിച്ചു പോയിക്കോ, കാരണം മനസ്സിലായി നിങ്ങൾ ഇമ്പാർഷ്യലായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നിങ്ങളുടെ ഓഫീസിൽ അവിടെ കോൺഗ്രസ്സുകാർ വരുന്നത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അത് തീർന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനായിരുന്നു. 91 എലക്ഷൻ പ്രഖ്യാപിച്ച് പിന്നീട് രാജീവ് ഗാന്ധിയുടെ ഡെത്ത് ഉണ്ടാകുന്നതിന് ശേഷം, അപ്പോൾ അത് അതിൻ്റെ പിറ്റേ ദിവസം പോലും അവിടെ ഒരു പോലീസ് ഫയറിംഗ് ഉണ്ടായി. കാരണം പിന്നെ ചവറ പോലീസ് സ്റ്റേഷനിൽ, അപ്പോൾ അതിൻ്റെ മുന്നിലൊരു ടാങ്കർ ലോറി, അത് ഒരു സമരംകാരൻ നിർത്തിയിട്ടിരുന്നു. അതിൻ്റെ ഇത് തുറന്ന് തീടാൻ പോയി അത് അവർ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്താണ്, അന്ന് ഇന്നത്തെ പോലെയല്ല, വളരെ ക്ലോസാണ് റോഡ്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ മതിൽ കയറിയെന്ന് ചിലർ പോലീസ് സ്റ്റേഷനിലേക്ക് കല്ലെറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കല്ലേറ് കിട്ടിയ അവിടുത്തെ ഗാർഡ് തോക്ക് പിടിച്ച് നിന്ന് അവൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ തോക്ക് പൊട്ടി ഒരാൾ മരിച്ചുപോയി. അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു 4-5 ഫയറിങ് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു അന്ന്. ഇതൊക്കെ കൂടാതെ ആനേനെ വെടിവെക്കുന്ന ഇൻസിഡൻസ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ എൻക്വയറി കമ്മീഷൻസ് തന്നെ 3-4 ഉണ്ടായിരുന്നു. ഈ വെടിവെപ്പൊക്കെ നടന്നു കഴിഞ്ഞാൽ കമ്മീഷനാണ്. ഇതുപോലെ പള്ളിത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കൊല്ലത്ത് തന്നെ. അപ്പോൾ അവിടെ തെക്ക് ഭാഗത്ത് കുറേ ക്രിസ്ത്യൻസ് ഉണ്ട്, അത് കഴിഞ്ഞ് എൻ്റെ നടുക്ക് കുറച്ച് മുസ്ലിംസ് ഉണ്ട്, അതിൻ്റെ വടക്ക് ഭാഗത്ത് കുറേ ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പോൾ ഈ തെക്ക് ഭാഗത്തുള്ള ക്രിസ്ത്യൻസും വടക്ക് ഭാഗത്തുള്ള ക്രിസ്ത്യൻസും തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാകും. പക്ഷേ ഒരു വഴക്കുണ്ടായാൽ ഇതിൻ്റെ ഇരയാകുന്നതിൻ്റെ നടുക്കുള്ള മുസ്ലിംസിനാണ് പലപ്പോഴും. അവർ കയറി ബാങ്ക് വിളിക്കും, ഈ പള്ളികളിൽ മണിയടിക്കും, ഇങ്ങനെ ആൾക്കാർ മുഴുവൻ കൂടും, സംഘർഷമാകും. അങ്ങനെ സംഘർഷം ഉണ്ടായ ഒരു തവണ ഇതേപോലെ പോലീസിനെ ഡിപ്ലോയ് ചെയ്ത് ഒരു പോലീസുകാരൻ അവിടെ നിൽക്കുന്ന സമയത്ത്, തോക്കം കൊണ്ട് നിൽക്കുന്ന സമയത്ത് അല്പം മദ്യപിച്ചിട്ടുള്ള ഒരാൾ വന്ന് പോലീസുകാരനായിട്ട് വഴക്ക് കൂടി തോക്ക് പിടിച്ച് വലിച്ചു. തോക്ക് പിടിച്ച് വലിച്ചപ്പോൾ ഇയാളുടെ വിരൽ ട്രിഗറിൻ്റെ അവിടെ ഇരിക്കുകയായിരുന്നു. ആ ഉണ്ട പൊട്ടി ഇയാളുടെ തല കാണാതായി. അങ്ങനെയുള്ള അതിനൊരു എൻക്വയറി, അങ്ങനെയുള്ള എൻക്വയറികളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ മൂന്നിച്ചെല്ലാം വർഷം കൊണ്ട് അത് കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് മലനടയിലെ ഒരു വെടിമരുന്ന്, അതെ അതിൻ്റെ ഒരു വലിയ അപകടം നടക്കുന്നു. ദെൻ ഇവരുടെ 91 ഇലക്ഷൻ മാറ്റിവെച്ചല്ലോ. മാറ്റിവെച്ച രണ്ടാമത്തെ ഇലക്ഷനിൽ അവിടുന്ന് കോൺഗ്രസ്സാണ് UDF ആണ് ജയിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് എന്നെ മാറ്റി എന്നെ AG ഹെഡ് ക്വാർട്ടേഴ്സിലായിട്ട് പോസ്റ്റ് ചെയ്തു. 94 ആ ഒരു സമയമായപ്പോഴത്തേക്കും MV രാഘവൻ ഇറങ്ങി. അങ്ങനെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറി. കൂത്തുപറമ്പ് വെടിവെപ്പും ഒക്കെ വന്നു. പിന്നെ സാറിൻ്റെ തന്നെ ഒരു തിയറി ഉണ്ടല്ലോ, കൂത്തുപറമ്പ്
എഫക്റ്റ്. അതെ. അപ്പോൾ അത് ഹേമേന്ദ്രൻ സാറിൻ്റെ പുസ്തകത്തിലും വായിച്ചിട്ടുണ്ട് ഈ ഒരു എഫക്റ്റിനെ പറ്റി, സാറ് പറഞ്ഞതിനെ പറ്റി. അതെങ്ങനെയായിരുന്നു? അല്ല, അന്ന് ഞാൻ ഏജായിട്ട് വന്നിട്ട് അപ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം പല സീനിയർ ഓഫീസേഴ്സ് പല നിയമം ഒട്ടും നോക്കില്ല, അബ്സല്യൂട്ട്ലി. അപ്പോൾ എല്ലാം ഏജാണ്, എൻ്റെ ഏജ് 1 ആണെന്ന്. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ ആ മുറിയിൽ ഏകദേശം ഒരു 3000-4000 ഫയൽസ് ഉണ്ട്. ഞാൻ ഈ ഫയലൊക്കെ ചാടിയാണ് കിടന്നാണ് കസേരയിലേക്ക് കയറി പോകുന്നത് തന്നെ. വാസ്തവത്തിൽ ആ റൂം ഞങ്ങൾ ASP ട്രെയിനിങ് ആയിട്ട് വരുമ്പോൾ ഞാനും എൻ്റെ ബാച്ച്മേറ്റും കൂടി അന്നത്തെ DIG കാണാൻ പോകുമ്പോഴേ, അപ്പോൾ അവിടെ വാതിൽക്ക് നിൽക്കുന്ന പോലീസുകാരൻ പറഞ്ഞു DIG അകത്തുണ്ട് ചെന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ആരും കാണുന്നില്ല, ഫയൽ മാത്രം. ഇന്ന് ടേബിളിലൊക്കെ ഇത്രയും പൊക്കത്തിൽ ഫയലുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു അല്ല ആരും ഇല്ല, ഞങ്ങൾക്ക് ആരും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ പോലീസുകാരൻ പിന്നെ വന്നിട്ട് പറഞ്ഞു അതിലുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് കൂടെ ചെന്ന് നോക്കുമ്പോഴാണ് ഈ ഫയലുകളുടെ അപ്പുറത്ത് DIG ഇരിപ്പുണ്ട്. ആ റൂമാണ് പിന്നീട് AGയുടെ റൂമായി വന്നത്. അന്ന് ഫയൽ അതുപോലെയുണ്ട്. അപ്പോൾ രാത്രി മുഴുവൻ വർക്ക് ചെയ്ത് അന്ന്, കാരണം ഇവർ ഫാമിലി ഒന്നും വന്ന് തിരുവനന്തപുരത്ത് വന്നിട്ടില്ല. ഞാൻ രാത്രി ഏകദേശം ഒരു 9 മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ച് വരും, കാലത്ത് ഏകദേശം ഒരു 4-5 മണി വരെ ഇരുന്ന് ഫയൽ തീർക്കും. അങ്ങനെ അപ്പോൾ അന്നത്തെ IG എന്നോട് ചോദിക്കുമായിരുന്നു എത്ര ദിവസം കൊണ്ട് ഈ ഫയലൊക്കെ തീർക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരാഴ്ച കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞ് ഞാൻ ഒരാഴ്ച കൊണ്ട് ആ ഫയലൊക്കെ തീർത്തായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പലരുടെയും, അന്ന് ജോസഫ് തോമസ് സാറ് IG, ഐ തിങ്ക് മുസനൻ സാറ് IG ആണോ അല്ലെങ്കിൽ ഇനി ADG ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഓർമ്മയില്ല. അങ്ങനെ ഒരു പ്രത്യേക സംവിധാനമാണ്. അപ്പോൾ ഇവരൊക്കെ പലരും എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ അവരുടെ ആക്ഷൻ ഇനീഷ്യേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിന് മുഴുവൻ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറണം എന്നുള്ളൊരു ഇതിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഗവർണറുടെ ADC ആയിട്ട് ഞാനാണ് ഈ ASPമാരെ അങ്ങനെ കഴിഞ്ഞവരെയും കൊണ്ടുപോകുന്നത്. ഞാൻ കുറച്ചുകൂടി സീനിയറായി ഞാൻ ഇവരെ പ്രസൻറ്റ് ചെയ്യാൻ കൊണ്ടുപോകും. അപ്പോൾ അവരാരും സമ്മതം പറയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവിടുന്ന് മാറാനിരിക്കുകയാണല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അന്നത്തെ DGPയെ വിളിച്ച് അങ്ങനെ ഗവർണർ വളരെ ദേഷ്യത്തിലാണ്, ഇതുവരെ ADC കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ എന്നെ വിടില്ല എന്നാണ് മസൂൻ സാറ് പറഞ്ഞിരുന്നത് ഇവിടെ തന്നെ, ബിക്കോസ് ഐ ആം ക്ലിയറിങ് ദ ഫയൽ സോ ഫാസ്റ്റ്. അപ്പോൾ ഈ ഞാൻ എന്തുകൊണ്ട് ഈ ഫയൽസ് ഇങ്ങനെ ക്ലിയർ ചെയ്തതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്റ്റോറി. ആ സ്റ്റോറി എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ നാട് തൃശ്ശൂർ ചാലക്കുടിപ്പുഴ തീരത്ത്. അപ്പോൾ അതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് പൂവത്തുശ്ശേരി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയുള്ളൊരു സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ വലിയ കുടുംബങ്ങളിലൊക്കെ സദ്യ നടത്തുമായിരുന്നു കുറച്ച് പഴയ കാലത്തെ. അപ്പോൾ സദ്യ നടത്തുന്ന സമയത്ത് ആദ്യം ചെയ്യുന്നത് അവിടെയുള്ള ബ്രാഹ്മണരായിട്ട് വരുന്നവർക്ക് സദ്യ കൊടുക്കുക. അപ്പോൾ സദ്യ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പച്ചപ്പുളി എന്നൊക്കെ ഇവിടെ പറയുന്ന ഇരുമ്പൻ പുളി എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന അതിൻ്റെ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ ഈ അച്ചാറ് ഒരു നമ്പൂരിയുടെ പ്ലേറ്റിൽ ഇലയിൽ ഈ ആൾ ഒരു സ്പൂണിനോ അല്ലെങ്കിൽ അന്നത്തെ കയ്യിലോ എന്തോ ഉപയോഗിച്ച് ഇട്ട് കൊടുത്തു. ഈ നമ്പൂരിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അത്രയും ഇഷ്ടമില്ലാത്തൊരു സാധനം വേറെ ഒന്നുമില്ല. അത് ഇലയിൽ കണ്ടാലേ അയാൾക്ക് വേറെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതേസമയം ഇവർക്ക് ഇടുന്ന സാധനം വേണമെന്ന് പറയാനും പാടില്ല. അങ്ങനെ എന്തെന്ന് വെച്ചാൽ ഈ അച്ചാറയിൽ കിടക്കുന്നുണ്ട് ഇപ്പോൾ മുഴുവൻ എടുത്ത് വാരിയെടുത്തിട്ട് വായിലിട്ട് വിഴുങ്ങി. ഈ വിളമ്പിയ ആൾ വിചാരിച്ചു ഇയാൾക്ക് ഇത്ര ഇഷ്ടമായിട്ടാണ് ചെയ്യുന്നത് വിചാരിച്ച് അടുത്തതും കൂടി ഇട്ട് കൊടുത്തു. അൾട്ടിമേറ്റ്ലി അന്ന് ഈ പറയുന്ന ആ നമ്പൂതിരി വേറെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല, ഈ അച്ചാറ് മാത്രം കഴിച്ച് വയറ് നിറയ്ക്കേണ്ട വന്നു. അപ്പോൾ അതിന് ശേഷം അയാൾ ശപിച്ചു അത്ര, ഇനി ഈ പുളി മലമ്പൊടി ഉണ്ടാക്കരുതെന്ന്. പലരും പറയുന്നു കുറേ നാളത്തേക്ക് അവിടെ ഇപ്പോഴുണ്ടോയെന്നറിയില്ല എനിക്ക്, ഏതായാലും അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ അതേപോലെ ഈ ഫയലിരിക്കുന്ന കണ്ടാൽ നമുക്ക് ഉറക്കം വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കിട്ടിയ ഫയൽ അതാത് സമയത്ത് തീർക്കാൻ നോക്കും. അങ്ങനെ ഞാൻ എൻ്റെ കംപ്ലീറ്റ് ലൈഫിൽ അങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ അതാത് ദിവസം ഞാൻ രാത്രി 12 മണിക്കൊക്കെ ആയിരിക്കും പലപ്പോഴും കോടതിയിൽ പോയിട്ടോ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ കഴിഞ്ഞിട്ടോ ഒക്കെ വരുന്നത്. നേരെ പോകുന്ന ഓഫീസിലാണ്, അന്നുണ്ടാകുന്ന ഫയൽ കഴിയുന്നത്ര തീർത്തിട്ടേ ഞാൻ വീട്ടിൽ വരുള്ളൂ. അത് തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ ഒരു സൺഡേ അതേപോലെയുള്ള ഹോളിഡേ ആണെങ്കിൽ അവിടെ പോയിരുന്ന ആ ഫയലെല്ലാം തീർത്തിരിക്കും. സോ ദർ വിൽ ബി നോ പെൻഡൻസി. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നുകൊണ്ട് എന്നെ വിടില്ല എന്ന് മസൂൻ സാറ് പറഞ്ഞെങ്കിലും ഇത് അദ്ദേഹം ഇല്ലാത്ത സമയത്ത് ഞാൻ DGയോട് പറയുന്നത് DG കമ്മിറ്റഡ്. അപ്പോൾ ഞാൻ അന്ന് ADC ആയിട്ട് പോയി. 91 ഐ വെൻ്റ് ആസ് ADC ടു ഗവർണർ. ദെൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നേവൽ ADC കൂടിയുണ്ട്. അപ്പോൾ 2 ADC ഉണ്ടെങ്കിൽ കംഫർട്ടബിളാണ്.
ഒരു എ ഡി സി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കെട്ടിയിട്ട നായയുടെ പോലെയാണ്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും അവിടെ ഉണ്ടാകണം, നമുക്ക് വേറെ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, പുറത്ത് പോകാനൊന്നും പറ്റില്ല, ലീവ് എടുക്കാനും പറ്റില്ല. 2 പേരുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു, നന്നായിട്ട് വായിക്കാനൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ മാത്രമല്ല ഗവർണർ അല്പാസുഖം ഉള്ളതായതുകൊണ്ട് ടൂറൊക്കെ കുറവായിരുന്നു. ഇൻഫാക്റ്റ് ഹി വാസ് ഗിവൺ ചാർജ് ഓഫ് ഗോവ ആൾസോ. അപ്പോൾ ഒരു 2-3 മാസം ഗോവയിലൊക്കെ പോയി താമസിക്കേണ്ടി വന്നായിരുന്നു. അത് പക്ഷേ ആ പീരീഡിലാണ് ഞാൻ ശരിക്കും വായിക്കുന്നതും. ഇൻഫാക്റ്റ് ഒരു അത്തയിസ്റ്റും എന്താ പറയുന്നത് ഒരു ശരിക്കും ഒരു നിരീശ്വരവാദിയൊക്കെ ആയിരുന്ന ഞാൻ അങ്ങനെയാണ് ആ കാലഘട്ടത്തിലാണ് എൻ്റെ ആധ്യാത്മികതയിലേക്ക് തിരിഞ്ഞു വരുന്നത്. അതുവരെ ഞാനിരുന്ന സ്ഥലങ്ങളിലൊന്നും ഞാൻ അമ്പലങ്ങളിൽ പോകാറില്ല. ഇപ്പോൾ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഞാനന്ന് കയറിയിട്ടില്ല, പുറത്താണ് സംഭവം നടക്കുന്നത്. അതുപോലെ കണ്ണൂരുണ്ടായിരുന്ന ക്ഷേത്രങ്ങളിലൊന്നും നമ്മൾ പോകാറില്ല. കാരണം ഐ വാസ് എൻ അത്തയിസ്റ്റ് അബ്സല്യൂട്ട്ലി. ഇരിഞ്ഞാലക്കുടയിലൊക്കെ പഠിക്കുന്ന സമയം നമ്മൾ MC ജോസഫ് എന്ന് പറയുന്ന അന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയി അപ്പോൾ അദ്ദേഹമൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത്, അദ്ദേഹം ഓൾഡാണ് എന്നാലും A.T. കോവൂരിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് അങ്ങനെ നമ്മൾ അങ്ങനെ നടക്കുന്നൊരു സമയമാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതേപോലെ കുറേയധികം പുസ്തകങ്ങളും ഒക്കെ വായിക്കാനും എല്ലാ അവസരം കിട്ടിയോണ്ട് നമ്മൾ പതുക്കെ ഐ ചേഞ്ച് ഇൻ ടു അനദർ ഒരു എന്താ പറയുന്നത് നമ്മുടെ പൂർവാശ്രമം വിട്ട് പുതിയ ആശ്രമത്തിലേക്ക് അങ്ങനെ മാറിപ്പോയി. അങ്ങനെയാണ് അപ്പോൾ ആ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ കോഴിക്കോട് ഞാൻ കൊല്ലത്തെ SP ആയിരുന്നപ്പോൾ അവിടെ പലർക്കും ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാകാം. അപ്പോൾ അത് SP എന്ന നിലയ്ക്ക് എടുക്കണം. ഏതോ ഒരു ഹെഡ് കോൺസ്റ്റബിൾ, അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ഹെഡ് കോൺസ്റ്റബിളിനെതിരെ ഞാൻ എടുത്തിരുന്ന നടപടിയെപ്പറ്റി എന്തോ അയാൾക്ക് പരാതിയായിട്ട് ഹൈക്കോടതിയിൽ അയാൾ കേസ് കൊടുത്തു. ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ എന്നെ അറിയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ഡിഡ് ഇറ്റ് ആസ് ഇൻ മൈ ഒഫീഷ്യൽ കപ്പാസിറ്റി, ഇറ്റ് ഈസ് ഫോർ ദ പ്രസൻറ്റ് SP ടു ഡിഫെൻഡ് ഇറ്റ്. അല്ലാതെ അതിൽ പേഴ്സണലായിട്ടൊന്നുമില്ലല്ലോ. അല്ല, അത് ബൈ പേഴ്സണൽ നെയിമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അത് അങ്ങനെ കിടന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു 94 ഈ പറയുന്ന നവംബർ 24-ാം തീയതിയോ അന്നാണെന്ന് തോന്നുന്നു കൂത്തുപറമ്പ് ഫയറിങ് നടക്കും. ആ ദിവസം കേസ് വെച്ചിരിക്കുന്നു. ഇനി റെപ്രസെൻ്റ് ചെയ്തില്ലെങ്കിൽ അത് എക്സ്പാർട്ടി തള്ളും, പിന്നെ നിങ്ങൾക്ക് അപ്പീൽ പോലും പോകാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവിടുത്തെ ഗവൺമെൻറ് പേട്ടർ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എനിക്ക് കൊല്ലത്ത് ഉള്ള അഡ്വക്കേറ്റ്സിനെ അറിയായിരുന്നു. അപ്പോൾ പുത്തൂർ ഗോപാലകൃഷ്ണൻ CPIയുടെ ഒരാളാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വിളിച്ചു ചോദിച്ചു, എനിക്ക് അവിടെ ഒരു അഡ്വക്കേറ്റ് വേണം. അപ്പോൾ അദ്ദേഹമാണ് MK ദാമോദരൻ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റിനെ അറേഞ്ച് ചെയ്തത്. സോ ഈ ഫയറിങ് നടക്കുന്ന സമയവും ആ ദിവസം മുഴുവൻ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലായിരുന്നു എൻ്റെ ഡിഫൻസ് എല്ലാം കോടതി തയ്യാറാക്കി കൊടുക്കാനായിട്ട്. അന്ന് എനിക്ക് ഡ്രൈവറൊന്നുമില്ല. അപ്പം നമ്മൾ തന്നെ ഇവിടുന്ന് പോയി വണ്ടി ഓടിച്ച് പോയി അവിടെ പോയി ഇതെല്ലാം കാരണം നമ്മുടെ ADCക്ക് മറ്റ് യാതൊരു പാരഫർണേലിയോ ഇല്ല, രാജഭവനിൽ നിന്നുള്ളതല്ലാതെ. ഇന്നത്തെ പോലെ വെഹിക്കിൾസും ബാക്കിയോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു അന്നത്തെ സ്ഥിതി. അങ്ങനെ എന്താണ് ആ സമയത്ത് പക്ഷേ LLB പഠിച്ചു. അതെ, 91 വന്ന സമയത്ത് തന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഈ ആഫ്റ്റർനൂണിലൊക്കെ ഇഷ്ടംപോലെ സമയം ബാക്കിയുണ്ട്. അങ്ങനെ ഗവൺമെൻറ് ലോ കോളേജിൽ LLBക്ക് ചേർന്നു. 94 ആയപ്പോൾ LLB കഴിഞ്ഞായിരുന്നു. പിന്നെ ഞാൻ PhDക്ക് രജിസ്റ്റർ ചെയ്തു. പിന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ്, പിന്നെ കുറേ വർഷം എടുത്തിട്ടാണ് ചെയ്തത്. പലപ്പോഴും പുതുക്കിയൊക്കെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഒരു ഭാഗമായിട്ടുള്ളത്. കാരണം ഞാൻ പിന്നീട് അവിടെ നിന്ന് മാറി വരുന്ന സമയത്ത് വരുന്ന പുതിയ SP-മാരോട് ഞാൻ പറയും, നിങ്ങൾ വേറെ എന്തെങ്കിലും കൂടി നിങ്ങളുടെ ഒരു ഹോബിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ് ആകണം. കാരണം യു മേ ബി പോസ്റ്റഡ് ഇൻ എ പോസ്റ്റ് വെയർ ദർ ഈസ് നത്തിങ് ടു വർക്ക്. കാരണം അങ്ങനെ ആ സമയം ഹൗ യു ഗെറ്റ് എൻഗേജ്. അപ്പോൾ ആസ് എ ADC ദർ ഈസ് നോ ഇൻ്റലക്ച്വൽ വർക്ക്, അബ്സല്യൂട്ട്ലി നോ ഇൻ്റലക്ച്വൽ വർക്ക്. ആകെയുള്ള വർക്ക് എന്ന് പറയുന്നത് ഈ വിസിറ്റേഴ്സിൻ്റെ ചില കാര്യങ്ങൾ നോക്കുകയും ടൈം കൊടുക്കുകയും പിന്നെ ഗവർണർ എല്ലായിടത്തും പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകിൽ നിൽക്കുക എന്ന് പറയുന്ന ഡ്യൂട്ടിയേ ഉള്ളൂ. ഇൻ്റലക്ച്വലായിട്ട് യാതൊരു വർക്കുമില്ല. അപ്പോൾ നമ്മൾ ആ സമയം നന്നായിട്ട് യൂസ് ചെയ്തു. നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ നല്ലൊരു TN ജയദേവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബ്രദറായിരുന്നു, IAS ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബ്രദറായിരുന്നു. അവിടുത്തെ
PRO അദ്ദേഹമാണ് ലൈബ്രറിയൊക്കെ നോക്കിയിരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുക്ക് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി, അത് വാങ്ങിച്ച് കിട്ടും. സോ ആ ഒരു 4 years ഐ കണ്ടിന്യൂഡ് ദെയർ. അന്ന് ലോങ്ങസ്റ്റ് പീരീഡ് ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. അരുൾ എന്ന് പറഞ്ഞ ആൾ ദാറ്റ് ബ്രോക്ക് ആൻഡ് ഹീ സാറ്റ് ദെയർ ഫോർ അബൌട്ട് more than 5 years ഇരുന്നു എന്ന് തോന്നുന്നു.